അജിംഷാദെ, ഇത് നമ്മൾ ആരോടാണ് പറയുന്നത്? നിങ്ങൾ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനോടാണ്, ഭരണകക്ഷിയോടാണ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടാണ്. നടക്കും. പിന്നെ പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനോടാണ്. എന്തെങ്കിലും നടക്കും? ഇത്തരം കാര്യങ്ങളിൽ മുൻപ് നടത്തിയിട്ടുള്ള വാചക കസർത്തിനപ്പുറത്തേക്ക് നടപടികളൊന്നും എടുക്കാൻ തയ്യാറാവില്ല എന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഈ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഇപ്പോഴത്തെ ഭരണകക്ഷി നേതാക്കളായ മന്ത്രിമാർ. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റ് പലതിൻ്റെയും വെളിപ്പെടുത്തലുകളിലേക്കുള്ള ചെറിയ ഒരു വെളിച്ചം വീശലാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നതല്ല. ഞാനത് പറയാൻ കാരണം, ഇന്ന് എറണാകുളത്ത് വെച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയെ കണ്ടിരുന്നു. വലതുപക്ഷ ബന്ധമുള്ള, വേണമെങ്കിൽ BJP ബന്ധമുള്ള എന്ന് പറയാവുന്ന, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ. അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, മധ്യപ്രദേശ് ഇലക്ഷന്റെ സമയത്ത് രാഹുൽ ബജാജ് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ. അപ്പൊ ആദ്യം ജയിക്കുന്ന കാര്യം വലിയ പാടായിരുന്നു മധ്യപ്രദേശിൽ BJP. അപ്പൊ അവസാന ഘട്ടമായപ്പോഴേക്ക് ഇവരുടെ സംഘടനകളുടെ അടക്കമുള്ള സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ആ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു ദിവസം ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ രാഹുൽ ബജാജ് പറയുകയാണ്, ഞങ്ങൾ വ്യക്തമായ മെജോറിറ്റി നേടി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 230 സീറ്റാണല്ലോ അവരവിടെ നേടിയത്. അപ്പോ എന്നിട്ട് ഈ സുഹൃത്ത് പറയുകയാണ്, രാഹുൽ ബജാജ് സംശയിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലവാരത്തിൽ ചിന്തിക്കുന്നവർ സംശയിക്കുന്നത്, ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇവർ നടത്തുന്ന അഴിമതിയാണ് ഇവർക്ക് അവിടെ ജയിക്കാനായി സാധിച്ചത്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിക്കുകയും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു എന്നാണ് രാഹുൽ ബജാജ് അടക്കമുള്ളവർ ആ ഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നത് എന്ന് ഞാൻ സുദീർഘമായ സംഭാഷണത്തിന്റെ വളരെ ചുരുക്കം കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് ആ സുഹൃത്ത് എറണാകുളത്ത് വെച്ച് എന്നോട് പറഞ്ഞു. ഇത് വെറും ഒരു ആരോപണമോ അല്ലെങ്കിൽ ആശങ്കയോ സംശയമോ ഒന്നും അല്ല അജിംഷാദെ. ഇതിന്റെ പുറകിലെല്ലാം വ്യക്തമായ പദ്ധതികളുണ്ട്, ആസൂത്രിതമായ പദ്ധതികളുണ്ട്. ഇപ്പോ K. അനിൽകുമാർ ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറഞ്ഞല്ലോ. 2023 തന്നെ 10 ദിവസത്തെ പരമ്പര എഴുതിയ ആളാണ് ഞാനത് പഠിച്ചിട്ട്, ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി. ആ ഇലക്ട്രൽ ബോണ്ടുകൾ 2023 ഫെബ്രുവരി 15 സുപ്രീം കോടതി നിരോധിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിരോധിക്കുന്നത്. ഈ ഭരണഘടനാ വിരുദ്ധവും രാജ്യവിരുദ്ധവുമാണെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം, അതിൽ തന്നെ കോൺട്രഡിക്ഷൻ ഉണ്ട്, അത് വേറൊരു കാര്യം, പക്ഷേ അത് ഞാൻ പറയാം. പക്ഷേ അതിനുശേഷം ഇന്നേ വരെ നമ്മൾ സംസാരിക്കുന്ന ഈ ചർച്ചയുടെ ഈ സമയം വരെ യൂണിയൻ ഗവൺമെന്റ് എന്ന കേന്ദ്ര സർക്കാർ ഈ കാര്യം ഒന്ന് അന്വേഷിക്കാൻ ഏതെങ്കിലും ഒരു സംവിധാനത്തെ നിശ്ചയിച്ച് അന്വേഷണം നടത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഈ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറയാൻ കാര്യം, ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പറയുന്ന കോടതിക്ക്, സുപ്രീം കോടതിക്ക് എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കണം എന്ന് യൂണിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ പറ്റാതെ പോയത്? കോടതിയുടെ കൈകൾ പൂർണ്ണമായും സ്വതന്ത്രമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ നടപടി. അത് മറ്റൊരു വശം. പക്ഷേ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം മറ്റേതായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് അന്വേഷിക്കാൻ എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല ഈ ഗവൺമെന്റ്? അപ്പൊ അതിലടക്കം ഏത് കാര്യം എടുത്താലും അജിംഷാദ് പറഞ്ഞ കാര്യമുണ്ട്, അനിൽകുമാർ പറഞ്ഞ കാര്യമുണ്ട്, കൊടകര കുഴപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷം തൃശ്ശൂര് BJPയുടെ പഴയ ഓഫീസ് സെക്രട്ടറി, ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി തിരൂർ സതീഷ് വെളിപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. ചാക്കുകെട്ടിലാണ് ചുമന്നുകൊണ്ട് പോയത് പണം. അയാൾ പറയുന്നത് അന്ന് 9 കോടി രൂപ ചുമന്നുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടോ BJPക്കാർക്ക് പറയാൻ?
ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിർബാധം നടത്തുമ്പോൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എതിരെ രേഖാമൂലം കേന്ദ്ര നേതൃത്വത്തിലേക്ക് പരാതി പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് സ്വന്തം കക്ഷിക്കകത്ത് ചീഞ്ഞു നാറുന്ന ആ നാറ്റം സഹിക്കാൻ വയ്യാതെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ആ കൂട്ടത്തിൽ നിൽക്കുന്നവന് തന്നെ എതിർപാളയത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടി വരികയാണ്, ഇത് അന്വേഷിക്കണമെന്ന്. ആരുണ്ട് അന്വേഷിക്കാൻ? കൈയും കെട്ടി മാറി നിൽക്കുകയാണല്ലോ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കന്മാർ. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹായിയായ വ്യക്തി തന്നെയാണ് നേതാവ്, ഇതിൽ കുറ്റാരോപിതനായ പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത്. പിന്നെന്താണ് ചെയ്യുക? ആരെങ്കിലും ചെയ്യാനുണ്ടോ? വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത് അക്ഷരാർത്ഥത്തിൽ ഈ വേലി തിന്ന വിളവിനെ പറ്റിയാണ് അവർ പറയുന്നത്. അപ്പൊ ഈ വേലി തിന്ന വിളവിനെ പറ്റി ആരന്വേഷിക്കും? അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾക്കൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ല. കാര്യം അത് നിശ്ചയിക്കേണ്ടത് ആരാണ്? രാജീവ് ചന്ദ്രശേഖർ നിശ്ചയിക്കണം ഇവിടെ BJPക്കെതിരെ അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ അദ്ദേഹം ഗുഡ് ബുക്കിലാണ് നരേന്ദ്രമോദിയുടെ, അതുകൊണ്ട് തന്നെ അന്വേഷിക്കാൻ പോകുന്നുമില്ല. അപ്പൊ ഇനി വരുമ്പോഴേക്ക് പിന്നെ എനിക്കറിയേണ്ടത്, ഞാൻ അന്വേഷിക്കുന്നത് ഇവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഈ സഹായം ഏതൊക്കെ നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളതാണ്. അതിന്റെ ചില കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതടക്കം ലഭിച്ചിട്ടുണ്ട് ഇന്ന്, വളരെ മേജർ എവിഡൻസുകളായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പുറകെ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ, അത് മറ്റൊരു കാര്യം. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്ന. ഞാൻ തിരിച്ചെത്താം.